സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തപ്പോൾ അതിൽ കുറച്ച് പേര് ഡെമോ ക്ലാസ് അല്ലെങ്കിൽ ഇതിന്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഡെമോൺസ്ട്രേഷൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ വിൻഡോസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ടാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടറ്റിന്റെ നമ്മുടെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ക്രോമിൽ ഗൂഗിൾ ക്രോം യൂസ് ചെയ്താൽ നല്ലതാണെന്ന് ഇവിടെ പ്രത്യേകം സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രോം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് ഒക്കെ ഇപ്പം ക്രോം തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കേട്ടറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിന്റെ മെയിൻ വെബ്സൈറ്റ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇവിടെ ടോപ്പിൽ കാണും. നിങ്ങൾ ഫോണിലാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കുറച്ച് താഴെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഭാഗങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വെബ്സൈറ്റ് കേട്ടറ്റ് ജൂൺ 2025 നോട്ടിഫിക്കേഷൻ എന്ന് കാണും. അത് ഡൗൺലോഡ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെന്താണെന്ന് വിചാരിച്ചാൽ പറഞ്ഞുതരാം. ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. തൊട്ട് അടുത്തുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് സിലബസ് എന്താണെന്നുള്ളത് കാണണമെങ്കിൽ ഇതാ നേരെ സൈഡിൽ പോയ സിലബസ് എന്ന് കാണും വെബ്സൈറ്റിൽ. അതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. 2012 സിലബസ് തന്നെയാണ്. അതിൽ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ കോണ്ടന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ SCRT ടെക്സ്റ്റ് ബുക്ക് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഈ ഒരു വിൻഡോയിൽ നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണും. നമ്മൾ ഇന്നലെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണും. അതിന്റെ കൂടെ ഇതാ ന്യൂ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ, അതുപോലെ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ID എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേയ്മെന്റിന്റെ ഓപ്ഷൻ ഒക്കെ ഇവിടെ കാണും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോവുക. ഇനിയിപ്പോൾ ഇതിന് നിങ്ങളിപ്പം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. അതായത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ അതാണ് ഈ ഒരു ഓപ്ഷൻ, കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, പിന്നെ ബാക്കി എന്തെങ്കിലും കാരണത്താൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഫസ്റ്റ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വിൻഡോയിൽ ഈ ഒരു ലിങ്കിലേക്ക് പോവാം. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു വെബ്സൈറ്റ് പുതിയ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്ത് വരും. അവിടെ കണ്ടാൽ മനസ്സിലായി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. അതിനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നത്, ആ ഇൻസ്ട്രക്ഷൻ ആണ് നമ്മളിപ്പോൾ ഡെമോ ആയിട്ട് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ വീണ്ടും വായിക്കണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ടിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാനായിട്ട്. ഇതാ ഐ ഹാവ് റീഡ് ദി നോട്ടിഫിക്കേഷൻ തറോലി, അതായത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്തായാലും നിർബന്ധമായിട്ട് വായിച്ച് നോക്കണം. അതിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഐ ഹാവ് റീഡ് ദി ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഫോർ ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ടിക്ക് ചെയ്താലേ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ് സോഫ്റ്റ് കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്, ദാറ്റ് ഈസ് JPG, JPEG, അതുപോലെ തന്നെ ഈ രണ്ട് ഫോർമാറ്റിൽ ഏതും ആവാം. അതുപോലെ തന്നെ എന്താണ് പിന്നെ അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 150x200 പിക്സലിലാണ് നമ്മുടെ ഫോട്ടോ ഉണ്ടാവേണ്ടത്. അതുപോലെ അതിന്റെ സൈസ് കൊടുത്തിട്ടുള്ളത് 20 to 30 KB. ഓക്കെ, ഇതിന് രണ്ടിനിടയിലുള്ള രീതിയിലാണ് നമുക്ക് സൈസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ റെസൊല്യൂഷനും അതിന്റെ പിന്നെ ഡയമെൻഷനും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതേ ഫോർമാറ്റിലുള്ള ഫോട്ടോ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, സ്വന്തമായി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. ഇതിനുള്ള പുറമേ ചെയ്യുന്നവരാണെങ്കിൽ അവർ ആദ്യം നിങ്ങൾ ഫോട്ടോ ഒക്കെ സ്കാൻ ചെയ്ത് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ശേഷം മാത്രമേ അവർ എന്ത് ചെയ്യൂ, ആപ്ലിക്കേഷൻ പേജിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ സെറ്റ് ആയി കണ്ടാൽ നിങ്ങൾ ടിക്ക് കൊടുക്കുന്നു. നമ്മൾ ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ, നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ പേജിലേക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോകുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്ന കാര്യങ്ങൾ നോക്കുക, വെദർ എംപ്ലോയിഡ് ആസ് എ ടീച്ചർ. അതായത് നിങ്ങൾ ടീച്ചറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് സർവീസിലുണ്ടോ എന്നാണ്. ഗവൺമെന്റ് നമ്മൾ പിന്നെ ഗസ്റ്റ് ടീച്ചറായിട്ട് പോകുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഗവൺമെന്റ് സർവീസിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കണം. അത് ഗവൺമെന്റ് ഒരു എയ്ഡഡ് സ്കൂൾ ആവാം. നിങ്ങൾ സർവീസിലുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് ചെയ്യുക. ഓക്കെ, യെസ് കൊടുത്താൽ അവിടെ നിങ്ങളുടെ പെൻ നമ്പർ ഒക്കെ കൊടുക്കാനുണ്ട്. സ്കൂളിന്റെ ടൈപ്പ് ഗവൺമെന്റ് ആണോ എയ്ഡഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പെൻ നമ്പർ ഉണ്ടല്ലോ, ആ പെൻ നമ്പർ ഒക്കെ കൊടുക്കണം, ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുക്കണം, നെയിം ഓഫ് സ്കൂൾ, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, നോ കൊടുക്കാം. കൂടുതൽ ആളുകളും ഫ്രഷ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നവരാണ്. സോ നോ കൊടുത്തു. അപ്പോൾ തൊട്ട് താഴെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, സെലക്ട് ദി കാറ്റഗറീസ് ഫോർ രജിസ്ട്രേഷൻ. ഇവിടെ ഏത് കാറ്റഗറികളൊക്കെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം കാറ്റഗറി അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതൊക്കെയാണോ അതൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അല്ലാതെ ഒരെണ്ണം ചെയ്തിട്ട് പിന്നെ വീണ്ടും വന്നിട്ട് അടുത്ത ദിവസം മറ്റേത് ചെയ്യാമെന്ന് വിചാരിക്കരുത്. മറ്റേ ടൈം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. പക്ഷെ ഒന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ കാറ്റഗറി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ കാറ്റഗറി 2 അതുപോലെ തന്നെ കാറ്റഗറി
3യും അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇതാ 2ഉം അതുപോലെ 3യും ഇപ്പം തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഒരു ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ എത്ര കാറ്റഗറി വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം, എല്ലാം ടിക്ക് ചെയ്യാം. കാരണം ഓരോന്നിലും എന്തൊക്കെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് വിൽ നോട്ട് ബി എന്റർടൈൻ ഫോർ ഈച്ച് കാറ്റഗറി എക്സാം ഫ്രം ആൻ അപ്ലിക്കന്റ്. ഓക്കെ, ഓരോന്നിനും വേറെ വേറെ ആപ്ലിക്കേഷൻ നടക്കില്ല, ഇവിടെ തന്നെ ഫില്ല് ചെയ്ത് പോകണം. അപ്പോൾ കാറ്റഗറി 1 ആണ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ചെറിയൊരു ബോക്സിൽ അവിടെ നമുക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് ലാംഗ്വേജ് 1 ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജ് നോക്കാം, മലയാളം, തമിഴ്, കന്നഡയാണ് ഉള്ളത്. സോ കൂടുതൽ ആളുകൾ മലയാളമായിരിക്കും, നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല തമിഴ്, കന്നഡ മീഡിയത്തിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മലയാളം സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഇലമെന്റ് ഓഫ് ലാംഗ്വേജ്, അതായത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇനി എന്ത് ചെയ്യാം, ഇംഗ്ലീഷ്, അറബിക് ആണ് ഉള്ളത്. സോ നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുക. സോ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ഇനി മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ കാറ്റഗറി 1 അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ക്വാളിഫിക്കേഷൻസ് ഇവിടെയുണ്ട്. അത് നിങ്ങളുടേത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ക്ലിയർ. കൂടുതൽ ആളുകൾ ഇപ്പോൾ ഒരുപക്ഷെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാവാം, അല്ലെ റിസൾട്ട് ഒക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാവാം. ഇപ്പോൾ ലാസ്റ്റ് ജൂണിൽ എക്സാം ഒക്കെ കഴിഞ്ഞവരുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൂയിങ് ഫൈനൽ ഇയർ DED or DLED, അതായത് നിങ്ങളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൂയിങ് ഫൈനൽ ഇയർ DED or DLED. കാരണം നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, റിസൾട്ട് വന്നാലേ നമ്മൾ കംപ്ലീറ്റ് ആവും. സോ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡൂയിങ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇനി അതല്ല മറ്റുള്ള ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക കൃത്യമായിട്ട്. ഹയർ സെക്കൻഡറി ഓരോന്നായിട്ടുണ്ട്, വായിച്ചു നോക്കുക. അത് ഏതൊക്കെയാണെന്ന്, അത് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ 2012 മുന്നേ TTC കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ SSLC or TTC ക്വാളിഫൈഡ് ബിഫോർ 2012. 2012 മുന്നേ ഉള്ളവരാണെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ മാർക്കും കാര്യങ്ങളും ഒന്നും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരില്ല, കാരണം അവിടെ എല്ലാം ഡിസേബിൾ ആയിട്ട് വരും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഞാൻ അവിടെ എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു. ഇനി അവിടെ നമുക്ക് ബാക്കി കാര്യങ്ങളാണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ മീൻസ് TTC ആയതുകൊണ്ട് നിങ്ങൾ അവിടെ കൊടുക്കുന്നത് എന്താണ്, പിന്നെ 10th അതുപോലെ +2 അതുപോലെ തന്നെ നിങ്ങളുടെ TTCയുടെ സ്കോറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ കൊടുക്കുക. അതിൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് കൊടുക്കുക, സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് കൊടുക്കുക, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നിങ്ങൾ എത്രയാണെന്നുള്ളത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ മിനിമം ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ആയിട്ടില്ല. ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം, 2012 കൊടുത്തു നോക്കാം. അവിടെ അത് സെലക്ട് ആയി വരുന്നില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു ഫൈനൽ ഇതാ, നമ്മൾ മറ്റേത് കോഴ്സ് കൊടുത്താലും ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇതാ നോക്കിയാൽ +2 ആണെങ്കിൽ അത് ഇവിടെ ഓട്ടോമാറ്റിക്കായി വരും. അപ്പോൾ +2 എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഡൂയിങ് ഫൈനൽ ഇയർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇതാ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻ അവിടെ വരില്ല, വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇപ്പം നിലവിൽ എന്തായാലും ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ അവിടെ രജിസ്റ്റർ നമ്പർ വരില്ല. യൂണിവേഴ്സിറ്റി കൊടുക്കുക, ബോർഡ് കൊടുക്കുക, ഇയർ ഓഫ് പാസിംഗ് എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇപ്പോൾ എക്സാം എഴുതി ഇയർ കൊടുക്കാം, ബാക്കി അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഇത് രണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ മറ്റേത് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഡൂയിങ് ഫൈനൽ ഇയറിന് പകരം മറ്റെന്തെങ്കിലും ഒരു കോഴ്സ്, ഇപ്പോൾ ഇതാ BTech ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ അതർ ഇക്വലന്റ് കോഴ്സ്, അല്ലെങ്കിൽ സെക്കൻഡറി 2 ഇയർ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ TTC, DED, DLED ഈ പറഞ്ഞ ഏത് കോഴ്സും ഉണ്ട്. എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കാറ്റഗറി 2 ആണ് മുകൾ ഭാഗത്ത് സെലക്ട് ചെയ്ത ആളുകളെങ്കിൽ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഒന്ന് ഫസ്റ്റ് ലാംഗ്വേജ്, നെക്സ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് നോക്കുമ്പോഴേക്കും മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് 4 എണ്ണം ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. മലയാളം ചെയ്യാം, ഇംഗ്ലീഷ് ചെയ്യാം, ഇനി അതല്ല തമിഴ്, കന്നഡ മീഡിയം ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം മലയാളം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മലയാളം കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ മലയാളം ഓർ ഇംഗ്ലീഷ് ആണ് ഉണ്ടാവുക. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് മലയാളം കൊടുക്കാൻ പറ്റില്ല, കാരണം രണ്ടും ഒരേ സെയിം ലാംഗ്വേജ് പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളമാണ് മേലെ കൊടുത്തെങ്കിൽ താഴെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തെങ്കിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്യാം. അത് ഏതാണോ രണ്ടും ഡിഫറൻ്റ് ആയിരിക്കണം, രണ്ടും സെയിം ആവാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും പറ്റില്ല. ഇനി ഞാനിവിടെ പറയാൻ കാരണം നിങ്ങൾക്ക് തെറ്റ് വരുന്നത്, നിങ്ങളിപ്പം ശ്രദ്ധിക്കാതെ നിങ്ങൾ പുറത്ത് ഒരാളെ ഏൽപ്പിച്ച് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളം വേണ്ടത് അറിയാതെ ബൈ മിസ്റ്റേക്ക് ഓക്കെ മലയാളമാണെന്ന് വിചാരിക്കും, പക്ഷേ തമിഴൊക്കെ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, തമിഴൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും. എക്സാം സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ എക്സാം ഹോളിൽ നിന്ന് നിങ്ങൾക്കത് ബുദ്ധിമുട്ടും. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴേക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തരാൻ കഴിയില്ല. എന്താണോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ എക്സാം ഹോളിൽ കാര്യങ്ങളൊക്കെ നടക്കും. അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. സോ നിങ്ങൾ ഏതാണോ അത് കൃത്യമായിട്ട് ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. ഗ്രാജുവേഷൻ ആൻഡ് TTC, DED, DLED. ഓക്കെ, അപ്പോൾ കാറ്റഗറി 2 അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. TTC ഒക്കെ ചെയ്തവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഇനി ഗ്രാജുവേഷൻ അറ്റ്ലീസ്റ്റ് 45% ആണ് BEd ഉള്ളവരാണെങ്കിൽ 45% മിനിമം എന്ത് ചെയ്യണം, ഗ്രാജുവേഷൻ ഉണ്ടാവണം. ഇനിയിപ്പോൾ കാറ്റഗറി 2 പ്രത്യേകിച്ച് ഡിഗ്രി ഉള്ളവർക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഡിഗ്രി എടുത്താൽ മാത്രം മതി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും.
പിന്നെ ബാക്കി ഡൂയിങ് ഓപ്ഷൻ ആണെങ്കിൽ ഡൂയിങ് ഫൈനൽ ഇയർ BEd DEd DLEd നിങ്ങൾ ഫൈനൽ ഇയർ ഡൂയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ റിസൾട്ട് വരാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഞാൻ തൽക്കാലം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഏത് വേണം കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണം കൊടുക്കാം. അത് ഇന്ന കോഴ്സ് കൊടുക്കണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏതാണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൃത്യമായിട്ട് ഓപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് തൽക്കാലം ഗ്രാജുവേഷൻ അറ്റ്ലീസ്റ്റ് 45% വിത്ത് BEd കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. BA BSc BCom നിങ്ങൾ എന്താണോ ഡിഗ്രി അതിന്റെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, യൂണിവേഴ്സിറ്റി ബോർഡ് കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൊടുക്കുക, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, പെർസെന്റേജ് ഓഫ് മാർക്ക് കൊടുക്കുക. അതുപോലെ BEdന്റെ സെയിം രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കാറ്റഗറി 3 ആണ് മുകളിൽ ഒരാൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, മുകളിൽ നമ്മൾ ഏതൊക്കെ കാറ്റഗറി ആണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ കൊടുക്കാനുണ്ടാവും. നമ്മൾ ടോപ്പിൽ എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടാണ് എല്ലാത്തിന്റെയും ബോക്സ് ഇവിടെ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി കാറ്റഗറി 3ലേക്ക് വരുവാണെങ്കിൽ സെയിം ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് ആണ്, ഏത് ഭാഷയാണ് നിങ്ങൾക്ക് വേണ്ടത്. 30 മാർക്കിന്റെ ചോദ്യമാണ്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കാം, മലയാളം എടുക്കാം. ഇനിയിപ്പോൾ ബാക്കി തമിഴോ കന്നഡോ നിങ്ങൾക്ക് ചോയ്സ് ആണ്, ഏതാണോ അത് എടുക്കാം. ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു. പിന്നെ ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ട് കാറ്റഗറി 3. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും എല്ലാവരും തെറ്റിക്കാറുണ്ട്. ഓപ്ഷണൽ സബ്ജക്ട് വെച്ചാൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ BEd എടുത്ത് ഏതിലാണോ അതാണ് നിങ്ങളുടെ ഓപ്ഷണൽ അല്ലേ. അപ്പോൾ തൽക്കാലം ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഓക്കെ, ഇവിടെ ഫസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്, സോ നമുക്ക് മാത്തമാറ്റിക്സ് കൊടുക്കാം. അവിടെ ഒന്നും കൂടി അലേർട്ട് വരുന്നുണ്ട്, നിങ്ങൾ മാത്തമാറ്റിക്സ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു അലേർട്ട് വരും. അത് നിങ്ങൾ ഓക്കെ ചെയ്യുക. ഇവിടെയും ഒരുപാട് ആളുകൾക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. കാരണം ഓപ്ഷണൽ സബ്ജക്ട് നേരെ പോയിട്ട് മുകളിൽ ലാംഗ്വേജിൽ എടുത്ത പോയിട്ട് എന്ത് ചെയ്യും, ഈ ലാംഗ്വേജ് ഓപ്ഷണൽ സബ്ജക്ട് എടുത്തവരുണ്ടാവുമല്ലോ, അതായത് BEd മലയാളം, BEd ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഇത് മിസ്റ്റേക്ക് വരിക. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെ വരുന്ന ലാംഗ്വേജ് മാത്രമാണ്, തൊട്ട് താഴെ വരുന്നതാണ് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട്. അതിൽ തന്നെ ഇതും പല ആളുകൾക്ക് ഇത് മാറിയിട്ട് കഴിഞ്ഞ വർഷം ബുദ്ധിമുട്ടുണ്ടായിട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ മാത്തമാറ്റിക്സ് വേണ്ട ആൾ ബൈ മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് മലയാളമായി പോകും. കണ്ടിട്ട് കണ്ടിട്ട് ചിലപ്പോൾ അറിയാതെ മലയാളമൊക്കെ ആയി പോകും. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കാറ്റഗറി 2ഉം 3ഉം അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാറ്റഗറി 2ൽ മുകളിൽ 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ മലയാളം ഒരു ഇംഗ്ലീഷൊക്കെ തൊട്ട് താഴെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇംഗ്ലീഷൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതേ ഹാങ് ഓവറിൽ നിങ്ങൾ കാറ്റഗറി 3യുടേത് ഫില്ല് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കൽ രണ്ടും സെയിം മേലത്തെ പോലെ തന്നെ ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് പോയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കും, അപ്പോൾ മറ്റേത് പോയിട്ട് നിങ്ങൾ മലയാളം കൊടുക്കും. ബാക്കിയൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കുക. കാറ്റഗറി 3ൽ ഒരേ ഒരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, മറ്റേത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ പോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് കൊടുക്കുക. ഗ്രാജുവേഷൻ വിത്ത് BEd ആണോ, അല്ല MSc Ed ആണോ. MSc Ed വെച്ചാൽ 50% മിനിമം മാർക്ക് ഉണ്ടാവണം. അപ്പോൾ കാറ്റഗറി 3യുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്. സോ നിങ്ങൾ PG വെച്ചിട്ടൊന്നും ഇവിടെ അപ്ലൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്രാജുവേഷൻ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നെ BEd ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, അത് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡൂയിങ് ഫൈനൽ ഇയർ BEd കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാം, ഇവിടെ BA BSc BCom നിങ്ങൾ ഡിഗ്രി എന്താണോ അതിന്റെ ഡീറ്റെയിൽസേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. BEd ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റർ നമ്പർ ഒന്നും ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, മാർക്കും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാവില്ലല്ലോ, റിസൾട്ട് വന്നിട്ടില്ലല്ലോ. ഓക്കെ, അതേപോലെ തന്നെയാണ് സെയിം തന്നെയാണ് കാറ്റഗറി 4ഉം. എന്താണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതാ സബ്ജക്ട് ഫോർ കാറ്റഗറി 4 മെയിൻ നമ്മളിപ്പോൾ കാറ്റഗറി 3 പറഞ്ഞ പോലെ തന്നെയാണ്. അതിലേതാണോ നിങ്ങളുടെ കാറ്റഗറി 4 അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. നോക്കിയേ, അറബിക്, ഡ്രോയിങ്, ഹിന്ദി, മ്യൂസിക്, PEd, അതുപോലെ സംസ്കൃത്, സ്വിംഗ്, ഉറുദു, ഇതിലേതാണോ നിങ്ങളുടെ കാറ്റഗറി 4 അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഹിന്ദി സെലക്ട് ചെയ്യാം. ഓക്കെ, ഹിന്ദി സെലക്ട് ചെയ്തു. അപ്പോൾ അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻസ് വരും. നിങ്ങൾ അവിടെ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ മിനിമം ക്വാളിഫിക്കേഷൻസ് അവിടെ കൊടുക്കും. അതിൽ നിങ്ങളുടെ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ ഇവിടെ ഇതാ അതർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഈക്വലന്റ് വിത്ത് ഹിന്ദി ഭൂഷൺ അല്ലെ. ഹിന്ദിക്ക് എന്തൊക്കെയോ കാര്യങ്ങളില്ലേ, ദക്ഷിണ ഭാരതിന്റെ, അതുപോലെ തന്നെ ഹിന്ദി പ്രചാര സഭയുടെ കോഴ്സുകളുണ്ട്. അങ്ങനെ ഏതാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അത് സ്യൂട്ടായിട്ട് ഇതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെയിം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടൈം കളയുന്നില്ല. സെയിം തന്നെയാണ്, എല്ലാം ഒരേപോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസിലേക്ക് വരിക. അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് സെലക്ടഡ് ആസ് ദ എക്സാം സെന്റർ. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എക്സാം സെന്റർ ആയിട്ട് ഏത് വിദ്യാഭ്യാസ ജില്ലയാണ് വേണ്ടതെന്ന് നിങ്ങളുടെ ജില്ലയല്ല ചോദിക്കുന്നത്. ആ ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം വിദ്യാഭ്യാസ ജില്ലകൾ ഉണ്ടാവും. അപ്പോൾ അത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക, ഒരുപാട് എണ്ണം ഉണ്ട്. ഓക്കെ, ഒരുപാട് വിദ്യാഭ്യാസ ജില്ലകൾ താഴോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഇതാ, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ക്ലിയർ? ഞാനിപ്പം വെറുതെ എന്ത് ചെയ്യാം, കാസർഗോഡ് കൊടുക്കാം. കാസർഗോഡ് അത് ഞാൻ അവിടെ സെലക്ട് ചെയ്തു. ഇത് കറക്റ്റ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ മാറ്റം വരുത്താൻ പറ്റും, പക്ഷെ അതെല്ലാവരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഏത് വിദ്യാഭ്യാസ ജില്ലയിലേക്കാണ് എക്സാം എഴുതാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ആസ് ഇൻ SSLC സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങളുടെ പേര് ചിലപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിൽ എന്താണോ പേരുള്ളത് അത് തന്നെ ഇവിടെ കൊടുക്കണം. കാരണം അത് വെച്ചിട്ടാണ് വെരിഫിക്കേഷൻ നടത്തുക. അതിൽ
അതിൽ നിന്ന് വ്യത്യസ്തമായ പേരാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് റിജക്റ്റ് ആയി പോകും, അല്ലെങ്കിൽ അത് വീണ്ടും നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പേര് എന്താണോ അത് കൃത്യമായിട്ട് കൊടുക്കും. ജസ്റ്റ് GNPH എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അടുത്തത് ജെൻഡർ കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ BEd ഒക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ ജെൻഡർ ഒക്കെ പഠിക്കുന്നതാണ്. സോ തേർഡ് അതേഴ്സ് അങ്ങനെ എന്തെങ്കിലും വെക്കാമായിരുന്നു, പക്ഷെ ഇവിടെ ഇപ്പം നിലവിൽ മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളൂ. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അത് കൊടുക്കുക. അത് നിങ്ങൾക്കറിയാം, സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കലണ്ടർ ഓപ്ഷൻ വരും, അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അടുത്തത് ഫാദർ ഓർ ഗാർഡിയന്റെ പേര്, നെയിം ഓഫ് ഫാദർ ആൻഡ് ഓർ ഗാർഡിയൻ എന്താണോ അത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ G എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെറുതെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് റിലീജിയൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. റിലീജിയൻ എന്താണോ അത് കൊടുക്കുക. ഓക്കെ, അതിവിടെ കൃത്യമായിട്ടുണ്ട്. ഹിന്ദു, മുസ്ലിം, പിന്നെ ക്രിസ്ത്യൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള റിലീജിയൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണോ നിങ്ങൾ അത് കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം സെലക്ട് ചെയ്യുന്നില്ല. അടുത്ത കാറ്റഗറിയാണ്. കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, SC ST OBC ജനറൽ ആണോ, ഇതിലേതാണോ അത് കൊടുക്കുക. ഓക്കെ, കൂടുതൽ ആളുകളും നിങ്ങൾ എന്താണോ അത് കൊടുക്കുക. ഓക്കെ, അവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ജനറൽ ആണ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ജനറൽ കൊടുക്കുക. ചില ആളുകൾ SC ST OBC ഒക്കെ ഉണ്ട്, അവർക്ക് റിസർവേഷൻ ഒക്കെ ഉള്ളതാണ്, ചെറിയ പെർസെൻറ്റേജ് ഒരു ഇളവൊക്കെ ഉണ്ട് അല്ലേ, ഇളവുണ്ട്. അതായത് 82 മാർക്ക് മതിയാവും SC ST OBCക്ക്, അപ്പോൾ OECക്ക് ഒക്കെ. അപ്പോൾ അവരത് മാറിപ്പോയിട്ട് ജനറൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് വരുന്ന സമയത്ത് 90 മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിലേ ക്വാളിഫൈ ചെയ്യൂ. അതല്ലെങ്കിൽ 90 മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നീട് DOയിലൊക്കെ പോയിട്ട് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അതിന് റിസ്ക് എടുക്കേണ്ട, നിങ്ങൾ ഏതാണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, അത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ കാസ്റ്റ് എന്താണെന്നുള്ള സ്പെഷ്യൽ ഇവിടെ മെൻഷൻ ചെയ്യുക, അതായത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഫിസിക്കൽ സ്റ്റാറ്റസ് ആണ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ അല്ല നോർമൽ ആണോ എന്ന് ചോദിക്കുന്നത്. നോർമൽ ആണെങ്കിൽ നോർമൽ കൊടുക്കുക. ഇനി വിഷ്വലി ഇമ്പയർഡ്, കണ്ണിന് എന്തെങ്കിലും വിഷ്വലായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക, സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുക, ഡിഫറൻ്റ്ലി ഏബിൾഡ്, വിഷ്വലി ഇമ്പയർഡ് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊന്നല്ല, ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് തേർഡ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ തൽക്കാലം നോർമൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഓക്കെ, പിന്നെ ഇവിടെ യുവർ എക്സാമിനേഷൻ ഫീസ് 2000 എന്ന് കാണുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ തൊട്ട് മുന്നേ മുകളിൽ എല്ലാ കാറ്റഗറീസും സെലക്ട് ചെയ്തിട്ടുണ്ട്. 4 സെലക്ട് ചെയ്തുകൊണ്ടാണ് 4 × 500 എത്ര 2000 രൂപയായിട്ട് കാണിച്ചത്. ഇപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ അഡ്രസ്സ് ആണ് കൊടുക്കുന്നത്. അഡ്രസ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് കൂടെ തന്നെ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. ലാൻഡ് ഫോൺ നമ്പർ നിർബന്ധം ഒന്നും ഇല്ല. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. അത് മാൻഡേറ്ററി ആണ്, മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഇമെയിൽ ID ഉണ്ട്. ഇമെയിൽ ID നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഫീസ് എന്നുള്ളത് ഓട്ടോ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതായത് ഏത്, പിന്നെ ഓട്ടോ സെലക്ട് ഓപ്ഷനിൽ 2000 rupees എന്ന് കാണുന്നുണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ 4 കാറ്റഗറി ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐഡന്റിറ്റി പ്രൂഫ് ടു ബി കെപ്റ്റ് ബൈ എക്സാമിനേഷൻ. നിങ്ങൾക്ക് ഏത് ID പ്രൂഫ് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, പാൻ കാർഡ്, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് വെറുതെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏത് കൊടുത്താലും അതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാൻ തൊട്ട് താഴെയായിട്ട് ഓപ്ഷൻ ഉണ്ടാവും, അതിൻ്റെ നമ്പർ. ഓക്കെ, ID പ്രൂഫിൻ്റെ നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കൊടുക്കുന്ന ID പ്രൂഫ് തന്നെ ആയിരിക്കണം നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാനായിട്ട് പ്രൂഫായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ SSLCയുടെ സ്കീം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചത് SSLC ആണോ അല്ല SLC ഉണ്ടല്ലോ, അതായത് നമ്മുടെ ടെക്നിക്കലുമായി ബന്ധപ്പെട്ടിട്ട്. അതുപോലെ CBSE ICSE അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആദ്യമായിട്ട് അപ്പിയർ ചെയ്ത ഇയർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, SLC അപ്പിയറൻസ് രജിസ്റ്റർ നമ്പർ, ആദ്യമായിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ അത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഒന്നുമില്ല, 10ാം ക്ലാസ് മേ ബി എന്തെങ്കിലും കാരണത്താൽ ഫെയിലായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ ആദ്യം പരീക്ഷ എഴുതിയ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബാക്കി എല്ലാവരും പിന്നെ 10ാം ക്ലാസ് വരെ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അത് കൊടുത്താൽ മതി. പിന്നെ തൊട്ട് താഴെയുള്ളത് ആദ്യമായിട്ട് അപ്പിയർ ചെയ്ത ഇയർ ഓഫ് എന്താണ് ചോദിച്ചത്. ഓക്കെ, ഇതാ ഫസ്റ്റ് അപ്പിയറൻസ് ഇയർ ആണ് ചോദിച്ചത്. ആദ്യമായിട്ട് 10ാം ക്ലാസ് അറ്റൻഡ് ചെയ്ത വർഷം, അതാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് അപ്ലോഡ് ചെയ്ത റീസെൻറ്റ് ഫോട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ റീസെൻറ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ പറഞ്ഞാണ്, ഒരു ഫോട്ടോ നിങ്ങൾ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ചൂസ് ഫയൽ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫയലും കാര്യങ്ങളൊക്കെ വരും, അത് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ താഴെയായിട്ട് അതിൻ്റെ പ്രിവ്യൂ വരും. അതിൻ്റെ സൈസും ഡയമെൻഷനൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അതായത് 150 × 200 പിക്സലാണ് ഡയമെൻഷൻ വേണ്ടത്. സൈസ് വരുന്നത് 20 നും 30 KB ഇടയിലാണ്. 30 KB കൂടാൻ പാടില്ല. ആ പ്രിവ്യൂ നിങ്ങൾ നോക്കുക, എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സേവ് കൊടുത്താൽ ഇവിടെ ആവില്ല, കാരണം ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് ബ്ലാങ്ക് വെറുതെ നമ്മൾ സ്പേസ് വെച്ചിട്ടുണ്ട് അല്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കാൻ പറ്റും.
എന്നിട്ട് നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. പിന്നെ പേയ്മെന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് UPI വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാം. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവസാന ദിവസത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കേണ്ട. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ സെർവർ ഒക്കെ ഡൗൺ ആയി വരും, സ്ലോ ആവും. പിന്നെ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ ചിലപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവും, ഇവിടെ ആവാത്ത പൈസ നിങ്ങളുടെ പേയ്മെന്റ് ഇവിടെ സക്സസ് ആയിട്ട് കാണിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് സ്പീഡാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്, ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചിട്ട് മാത്രം അത് ചെയ്താൽ മതി. ഓക്കെ, തെറ്റിക്കാൻ പാടില്ല. തെറ്റ് വരുത്തിയാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഒരുപാട് ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.